നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രേതാനുഭവ കഥയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടം പ്രേതകഥ കേൾക്കാനാണ്. പക്ഷേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് പറയുന്നുണ്ട്. കാര്യം ഞാൻ വർഷങ്ങളായിട്ട് ഈ പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്ത് പ്രേതം ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റൊരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതം തകർന്നു പോകുന്ന വിധത്തിലുള്ള മറ്റൊരുപാട് ദോഷങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ബാധിക്കാറുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം ഒന്ന് മനസ്സിരുത്തി തന്നെ കാണണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. നമ്മൾ തകർന്നു പോകുന്ന പലവിധ ഘട്ടങ്ങൾ. കാര്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ ചതിക്കുമ്പോൾ, നമ്മളെ കൂടെ നിന്നിട്ട് നമ്മുടെ എല്ലാം തട്ടിപ്പറിച്ചിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, അവർ നമ്മുടെ ശത്രുസ്ഥാനത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. ശത്രുദോഷങ്ങൾ, മാരണദോഷങ്ങൾ, വിളിച്ചപേക്ഷ ദോഷം, കൺപേർ ദോഷം പോലുള്ള ഒരുപാട് ദോഷങ്ങൾ. കാരണം മനുഷ്യനുണ്ടെങ്കിൽ ഈ സമൂഹത്തിനിടയ്ക്ക് ഇതുപോലുള്ള വൈരാഗ്യങ്ങളും അസൂയയും കുശുമ്പും ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ഈ പ്രേത സംഭവങ്ങൾ. പ്രേതങ്ങൾ മനുഷ്യരുണ്ടെങ്കിൽ പ്രേതങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രേതാനുഭവ സംഭവ കഥ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇത് ഒരു വീട്ടുകാർ അവരൊരു ഒരു സ്ഥലം വാങ്ങിച്ചു, പുതിയൊരു വീട് വെച്ചു. അപ്പോൾ ഇത് മിക്കവാറും അവർ സ്ഥിരമായി താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ വാടക വീട്ടിൽ നിന്നും ഒരു പുതിയ വസ്തുവൊക്കെ വാങ്ങിച്ച് വീട് വെച്ച് വരുമ്പോഴാണ് കൂടുതലും ദോഷങ്ങൾ പലർക്കും ഉണ്ടാകുന്നത്. ഈ കുടുംബത്തിന് അങ്ങനെയാണ് സംഭവിച്ചത്. ഒരേ ഒരു മകനാണുള്ളത്. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൻ. ഒരുവിധപ്പെട്ട നല്ല സാമ്പത്തികമുള്ളവരാണ്. ബന്ധുക്കളുമൊക്കെ നല്ല ഉയർന്ന സാമ്പത്തിക നിലയിൽ ജീവിക്കുന്നവർ തന്നെയാണ്. ബിസിനസ്സും കാര്യങ്ങളും തൊഴിലും വരുമാനമൊക്കെ നല്ല രീതിയിലുള്ളവർ തന്നെയാണ്. അവർ ഒരു സ്ഥലം വാങ്ങിച്ചു. ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീടിനെ പൊളിച്ച് കളഞ്ഞിട്ട് നല്ലൊരു പുതിയ വീടൊക്കെ വെച്ച് താമസമാക്കി. അങ്ങനെ താമസമാക്കിയതിന് ശേഷം ഈ മകൻ ബാംഗ്ലൂരാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവിടെ ഏതോ കോളേജിൽ പഠിക്കുന്നു. അവിടെ ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ താമസമാക്കിയതിന് ശേഷം അവൻ പുതിയ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുന്നു. അവിടെ പോയി നിന്ന് അവൻ പഠിക്കുന്നു. പക്ഷെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. അതായത് ക്ലാസ്സിലോട്ട് ചെന്ന് കയറുമ്പോൾ ഇവൻ ഭ്രാന്ത് പിടിക്കുവന്. ഭ്രാന്തെന്ന് വെച്ചാൽ എല്ലാം പുസ്തകങ്ങളൊക്കെ വലിച്ചെറിയും, കണ്ണിൽ കാണുന്ന കുട്ടികളെയൊക്കെ ഉപദ്രവിക്കും, അവിടെ ഇരിക്കുന്ന ഫർണിച്ചറൊക്കെ എടുത്തെറിഞ്ഞ് മുഴുവൻ ഭ്രാന്ത്. അപ്പോൾ അവരെല്ലാവരും കൂടിയൊക്കെ പിടിച്ചവനെ ബലമായിട്ടൊക്കെ പിടിച്ചു വെച്ചു. എന്നിട്ട് അവിടെ കിടന്ന് ഓഫീസ് റൂമിലൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവരെല്ലാവരും കൂടി പിടിച്ച് നേരെ ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഹോസ്റ്റൽ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവനൊരു പ്രശ്നമില്ല. ഇവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ അറിയില്ല. അതായത് ഈ കോളേജിലേക്ക് വന്ന് കുറച്ച് ദിവസത്തേക്ക് അവന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ്, ഒരു മാസത്തിൽ എന്തോ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കാണ് ഈ പ്രശ്നം ഇവന് ആരംഭിക്കുന്നത്. പിന്നീട് അവന് മനസ്സിലാക്കിയ കാര്യം, ഇവന് പഠിക്കാൻ ക്ലാസ് മുറിയിലേക്ക് വരാൻ സാധിക്കില്ല. ക്ലാസ് മുറിയിലേക്ക് വന്നാൽ ആ നിമിഷം അവനിലേക്ക് ഒരു അദൃശ്യമായൊരു ശക്തി വരുന്നു. അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ട് അവൻ കണ്ണി കണ്ടതെല്ലാം അടിച്ച് പറിച്ച് ആൾക്കാരെ ഉപദ്രവിക്കുന്നു. അവിടെ നിറങ്ങി ഓടും. അങ്ങനെ എല്ലാവരും കൊണ്ട് പിടിച്ചാണ് ഇവന് നേരെ തിരിച്ച് ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടുവരുന്നത്. ഹോസ്റ്റൽ മുറിയിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവൻ ശാന്തനാകും. പിന്നീട് ഇവന് നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മയില്ല. കൂട്ടുകാർ പറയുമ്പോൾ ഇവൻ വിഷമിച്ചിരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിൽ അറിയിപ്പിച്ചു. വീട്ടുകാരെല്ലാം കൂടി നേരെ ഇവിടെ എത്തിയിട്ട് അപ്പം അവൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ട്, ബാംഗ്ലൂരുണ്ട്. അയാളൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും കൂടി നേരെ അവൻ്റെ ഹോസ്റ്റലിൽ വന്നപ്പോൾ ഈ അച്ഛനമ്മ അവനെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. കാര്യം വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന രൂപമല്ല, ഇതൊരു അവരുടെ മകൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്ന വിധത്തിൽ ആളിൻ്റെ രൂപമൊക്കെ മാറി, തലമുടിയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഒരു വികൃതമായ രൂപം. പക്ഷെ മകനാണ്, പക്ഷെ മകൻ്റെ വികൃതമായ ഒരു രൂപം, മറ്റേതോ രൂപത്തിലേക്ക് അവൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിട്ട് ഇയാളുടെ ബാംഗ്ലൂരിലെ കൂട്ടുകാരൻ പറഞ്ഞു, അപ്പോൾ അയാൾക്ക് ഇത് കണക്കുള്ള ബാധകളൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു മന്ത്രവാദി പരിചയമുണ്ട്, അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവൻ കൂട്ടുകാരും
എല്ലാവരും പറഞ്ഞു ഇത് അവനെന്തോ പ്രേതം പിടിച്ചതാണ്. അങ്ങനെ നേരെ അവിടെ കൊണ്ടുപോയി അയാൾ അവരുടേതായ രീതിയിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ആ ക്ലാസ് മുറിയിൽ വെച്ച് എന്തോ മരണപ്പെട്ടു പോയോ ഒക്കെ ഉള്ള അവിടെ നിന്നും ഇവനൊരു പ്രേതം പിടിച്ചതാണ്, അത് ഒരു വിദ്യാർത്ഥിയുടേതാണ്, അത് ഒഴിപ്പിച്ച് കളഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അയാൾ തന്നെ ഇവരിൽ എല്ലാം കൂടെ ഇരുത്തി ഇവൻ്റെ ശരീരത്തിൽ ഈ സാധനമൊക്കെ ഇതിനൊക്കെ വരുത്തിയെന്ന് പറയുന്നു. വന്നതൊന്നും പറഞ്ഞുമില്ല, തലയിട്ടൊക്കെ അടിച്ചു. അതൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് ബോധം കെട്ട് വീണു, അത് പോയി. അപ്പോൾ അയാൾ പറഞ്ഞു 2 ദിവസത്തേക്ക് ക്ലാസ് വിടണ്ട, അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വിട്ടോളാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു, ഇവൻ ക്ലാസ്സിൽ പോയി. ആദ്യത്തെ ദിവസം പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഈ കൂട്ടുകാരൻ, അതായത് ഈ ഇവൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ തൽക്കാലം പോണ്ട, നിൽക്ക്, ഇത് നമുക്ക് തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം അവിടെ നിന്നു. 3-ൻ്റെ അന്ന് ഇവൻ നേരെ ക്ലാസ്സിൽ പോയി. 3-ൻ്റെ അന്ന് ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് സന്തോഷമായി. അടുത്ത ദിവസം ഇവൻ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുന്നു. അതിന് അവർ ഇങ്ങോട്ടും യാത്ര തിരിച്ചു, ഇവൻ നേരെ കോളേജിലേക്ക് യാത്ര തിരിച്ചു. ഇവർ നേരെ വന്ന് ബസ്സൊക്കെ കയറാൻ തയ്യാറായി നിൽക്കുമ്പോൾ കോളേജിൽ നിന്ന് വിളി വരുന്നു. പഴയതുപോലെ തന്നെ അവന് വീണ്ടും ഈ ഭ്രാന്ത് അല്ലെങ്കിൽ ഈ ബാധാദോഷം അവന് ഇളകുന്നു എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ അവർ എല്ലാവരും കൂടി തിരിച്ച് കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് അന്നാണ് ആദ്യം വേണ്ടി കോളേജിൽ വെച്ചൊരു സീൻ അവർ കാണുന്നത്. ഇവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി. അവരുടെ മകൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ചെന്ന് അച്ഛനമ്മ വിളിച്ചിട്ട് പോലും അവൻ തിരിച്ചറിയുന്നില്ല. പെട്ടെന്ന് അവരെല്ലാവരും കൂടി നേരെ പിടിച്ച് ബലമായ വണ്ടിയിൽ കയറ്റി നേരെ ഈ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അവിടെ വന്നൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ നോർമലായി, അതിന് പ്രശ്നമൊന്നുമില്ല. അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും അറിയില്ല. അവിടെ ചെന്നവനിങ്ങനെ കോളേജിൽ ചെല്ലുമ്പോൾ അവന് അറിയാം, അവൻ പറഞ്ഞവൻ്റെ ഈ ചെവിയിൽ കൂടി ഒരു ചൂട് വായു കടന്നു വരുന്നതായിട്ട് അവന് അനുഭവപ്പെടുന്നുണ്ട്. ഇത് വന്ന് തലച്ചോറിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ അവനൊരു ബോധവുമില്ല. ഇതാണ് അവൻ പറഞ്ഞ അനുഭവം. അപ്പം ഇവൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ആ മന്ത്രവാദിയുടെ അടുത്ത് പോകാം. അപ്പോൾ അവിടെ താമസിക്കുന്ന അയാളെ കൂട്ടുകാരൻ പറഞ്ഞ് ഇനി പോയിട്ട് കാര്യമില്ല, അയാളുടെ കൈക്ക് നിന്നിട്ടില്ല, ഒരു കാര്യം ചെയ്യുമോ, നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾ എന്തെങ്കിലും വഴി നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. നേരെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇവന് ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് അവൻ്റെ അച്ഛൻ പറഞ്ഞു ഇനി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കാര്യം എങ്കിലും തിരിച്ചിനി നമുക്ക് പോകാൻ വേണ്ടി നോക്കാം. അവൻ പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് നിന്നിട്ട് പോകാം, എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു പേടിയുണ്ട്. അങ്ങനെ ഇവൻ വീട്ടിൽ വെച്ച് തന്നെ പഠനം തുടങ്ങി. വീട്ടിലിരുന്ന് കുറച്ച് ദിവസം പഠിച്ചിട്ട് പോകാം എന്നുള്ളത്. പക്ഷേ ഇവൻ പുസ്തകം കയ്യിലെടുത്താൽ ഇവൻ്റെ സ്വഭാവം മാറും. ഈ ഭ്രാന്ത്, ഈ പ്രേതം അവനപ്പോഴും പിടിക്കും. ഇവന് പഠിക്കാൻ പറ്റുന്നില്ല പിന്നീട്. അതായത് കോളേജിൽ വെച്ച് സംഭവിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പുസ്തകം കൈകൊണ്ടെടുത്ത അവന് പ്രശ്നമാണ്. അങ്ങനെയാണ് ഈ കേസിന് പരിഹരിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി, ഞാൻ അവിടെ എത്തുന്നത്. അപ്പോഴത്തേക്ക് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് അവിടെ ഒരു മന്ത്രവാദി ഒഴിവാക്കി. അപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോയതോ ഒരു പയ്യൻ്റെ ആത്മാവാണ്, ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ട് കയറിയതാണെന്നൊക്കെ പറഞ്ഞു. വിശ്വസിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, വിശ്വസിച്ചേ പറ്റൂ. ഞാനും അത് വിശ്വസിച്ചു. പക്ഷേ ഞാൻ ചോദിച്ചു അയാൾ എങ്ങനെയാണിത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ രാശിയൊന്നും നോക്കിയല്ല പറഞ്ഞത്, അയാൾ എന്തൊക്കെയോ ഒക്കെ ഇരുന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞപ്പം എനിക്കും അത് വിശ്വാസമായി. കാര്യം വെച്ചാൽ അയാൾ അവിടെ ഒരു പേര് കേട്ടൊരു മന്ത്രവാദിയാണല്ലോ. അപ്പം അയാൾ പറഞ്ഞു അതുമല്ല ലക്ഷണങ്ങൾ എങ്ങനെയാണ്, ഇവിടെ വെച്ച് അവന് കുഴപ്പമില്ലായിരുന്നു, അവിടെ പോയി ക്ലാസ് മുറിയിൽ വെച്ച് പ്രശ്നം വരുന്നു, അവിടെ അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോ ഹോസ്റ്റലിലോ നിന്ന പ്രശ്നമൊന്നുമില്ല, നാട്ടിൽ വന്നിട്ട് പ്രശ്നമില്ല. പക്ഷേ പുസ്തകം കൈ കൊണ്ടെടുക്കുമ്പോൾ അവന് പ്രശ്നമാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലാസ് മുറിയിൽ വെച്ച് അവൻ്റെ ശരീരത്ത് കൂടിയല്ലോ, അവന് പഠിക്കാൻ സമ്മതിക്കുന്നില്ല, അതാണ് ഒരു സത്യം. അപ്പോൾ വീട്ടിലും പഠിക്കാൻ നോക്കുമ്പോൾ അവന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളെല്ലാം കൂടി ഹാളിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പം അവൻ്റെ അച്ഛൻ പറയുകയാണ് ഇത് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഏതൊരു പ്രേതമാണ്, നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും നമുക്കിതിനെ ഒഴിവാക്കണം എന്ന് പറയുന്നു. ശരി, സമ്മതിച്ചു, ഒഴിവാക്കാമെന്ന് ഞാനും പറഞ്ഞു. നമുക്ക് അടുത്തൊരു ദിവസം പൂജ ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനെ ഇവിടെ വെച്ച് അതിനെ ഒഴിവാക്കാം എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഒരു കർണാടകത്തിലെ ഒരു പ്രേതമാണ്, ഇനി യവമെന്ന് പറയുന്ന ഭാഷ ഒരു പിടിയും കിട്ടത്തില്ല. അതായത് ബാംഗ്ലൂർ ആയിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഇവിടെ ഒന്ന് റെഡിയാക്കി നിർത്തണം. കാര്യം ഈ പറയുന്ന ഭാഷ നമുക്ക്
ശരീരത്ത് വന്നു പോയി സംസാരിക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അയാൾക്ക് മനസ്സിലാകില്ലല്ലോ, ഈ പ്രയോഗത്തിന് മനസ്സിലാകില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ശബ്ദം, അതിന് ഞാൻ ബാംഗ്ലൂരുള്ള പ്രേതമാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ കുറച്ചുപേര് ഹാളിലിരിക്കുകയാണ്. ഈ പയ്യനില്ല അവിടെ, അവൻ്റെ മുറി ഇരിക്കുകയാണ്. ഈ ഹാളിനോട് ചേർന്ന് തന്നെ അവൻ്റെ മുറി. അപ്പോൾ എല്ലാവരും നാലുപാടം നോക്കി ആര് പറഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ മുറിയിൽ നിന്നുമാണ് ശബ്ദം വരുന്നത്. പെട്ടെന്ന് ചാടി എണീറ്റു, ഞാനും എണീറ്റു. നേരെ ചെന്ന് നോക്കുമ്പോൾ ഇവൻ കട്ടിലിരിക്കുകയാണ്. ചെയറൊക്കെ ഉണ്ട്, പക്ഷേ ചെയറിലല്ല, കട്ടിലിരുന്നിട്ട് 2 കൈയും ഇങ്ങനെ കട്ടിലിൽ പിടിച്ചിട്ട് ഇവനാണ് ഇത് പറഞ്ഞത്. അപ്പോഴത്തെ അവൻ്റെ മുഖം കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രേതത്തിൻ്റെ ഒരു ക്രൂരഭാവം, കണ്ണെല്ലാം എന്ന് വെച്ചാൽ കൃഷ്ണമണിയൊക്കെ ഒരുമാതിരി കൃഷ്ണമണി ഉണ്ടോയെന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിൽ വല്ലാത്തൊരു ഭയപ്പാടുണ്ടാകുന്നൊരു മുഖം എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ടത്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഇവങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഇവൻ്റെ കൃഷ്ണമണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത്. ഇങ്ങനെ നോക്കിയിട്ട് അവന് ഒരു ഭാവവും ഇല്ല. എൻ്റെ ചെവിയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഞാൻ ബാംഗ്ലൂരുള്ളതല്ല, ഇവിടെ ഉള്ളതാണ്, മലയാളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, മലയാളിയാണോ ചോദിച്ചു. മലയാളി എന്നല്ല, ഞാൻ ഇവിടെ ഉള്ളതാണ്, ഈ ഭൂമിയിലുള്ളതാണ്. പിന്നെ അങ്ങോട്ട് കാര്യം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു, ഇതെന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയല്ല, ഇവിടെ നിന്നേ അവന് കിട്ടിയതാണ്. ശരി, പിന്നെ എന്തൊക്കെ ചോദിച്ചിട്ടും ഇതൊരു മറുപടിയും പറയുന്നില്ല. പല്ല് ഞെരിച്ചിട്ടും ആ ശബ്ദം നമുക്ക് പുറത്ത് കേൾക്കാം. ആ ദേഷ്യം കൊണ്ട് നിൽക്കുന്നൊരവസ്ഥ. മറ്റുള്ളവരൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാണ്. നമ്മൾ ആരെടുത്തും നിങ്ങൾ ചോദിക്കണ്ട, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചോദിച്ചാൽ പറ്റില്ല. കാര്യം അത് പ്രതികരിച്ച് തുടങ്ങിയാൽ അതിനെ പൂട്ടാനുള്ള ഒരു വഴിയും നമ്മൾ ചെയ്തിട്ടില്ല. 2 കൈയും വിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ വല്ലതും ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പൂജാക്കളവൊക്കെ ഇട്ട് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഇതിനെ വരുത്തി കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊന്നുമില്ല. നമ്മൾ പ്രശ്നങ്ങൾ അന്വേഷിച്ച് അതിന് പരിഹാരം എന്ന് ചെയ്യാം എന്നുള്ളത് തീരുമാനത്തിൽ വന്ന് നിൽക്കുകയാണ്. ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് മാറി വീണ്ടും ഹാളിൽ എല്ലാവരും ഞാൻ വിളിച്ച് ഹാളിൽ കൊണ്ടുവന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഞങ്ങൾ ശ്രദ്ധയത്ര അവിടെയാണ് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. 5-10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഈ പയ്യൻ നോർമലായിട്ട് ഇറങ്ങി നേരെ ഹാളിൽ കൂടി അടുക്കളയിൽ പോയി അമ്മയുടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇനി ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നമുക്ക് അടുത്തൊരു ദിവസം തന്നെ സമയം കൊടുത്തു, ഡേറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളവിടെ പൂജയ്ക്കെത്തി. പക്ഷേ ഈ ശരീരത്ത് വരുത്തിയിട്ടേ നമുക്കിതിനെ മാറ്റാൻ പറ്റൂ. അതിന് വന്നു, പൂജ തുടങ്ങി, ഇത് ശരീരത്ത് വന്ന് പറഞ്ഞത്. അപ്പം അതാദ്യം വന്നിട്ട് അതിൻ്റെ ആവശ്യമാണ് പറഞ്ഞത്. അതെന്തിനാണ് ഈ ശരീരത്ത് വന്ന് ഞങ്ങൾക്കൊന്നും അധികം അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല. ഈ ആദ്യം പൂജ തീരുമാനിച്ച ദിവസം പറഞ്ഞ് നിർത്തിയതിൻ്റെ ബാക്കി അതങ്ങ് തുടർച്ചയായി പറയുകയാണ്. ഞാൻ ഈ ഭൂമിയിലുള്ളതാണ്, ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ജീവനെ കളഞ്ഞതാണ്, ഞാൻ വന്നിരിക്കുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു കേട്ടോ പറഞ്ഞത്. അതെന്തെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കത് നേടിയെടുക്കണം, അതിനാണ് ഞാൻ ഇവനോടൊപ്പം കൂടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന് ഭ്രാന്ത് പിടിക്കും. കാര്യം എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, വലിയ നിലയിലെത്താൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായി പഠിച്ചില്ലെങ്കിൽ എനിക്ക് ആഹാരം തരില്ല, ഉറങ്ങിപ്പോയാൽ അവനെ ഉപദ്രവിക്കും. അതായത് 24 മണിക്കൂറും അവൻ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ അവന് ശിക്ഷയുണ്ട്, ഭയങ്കരമായ ശിക്ഷകൾ. ഉറക്കമില്ല, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, രാവിലെ തൊട്ട് തുടങ്ങുന്ന ട്യൂഷൻ, ഒരല്പസമയം കിട്ടിയാൽ അപ്പോഴും അധ്യാപകർ വരും. ഓരോ സബ്ജക്റ്റിനും അധ്യാപകരുണ്ട്. അവരൊന്നിനും ഒരു വിശ്രമത്തിന് പോലും, ശരിക്കുറങ്ങാൻ പോലും, അല്ലെങ്കിൽ ശരിക്കാഹാരം പോലും അവന് കൊതുക്കി കഴിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയോടൊപ്പം ഇരിക്കാൻ പറ്റുന്നില്ല. അവനൊന്നും പറ്റാത്തൊരു സാഹചര്യമായപ്പോഴത്തേക്കാണ് അവന് ഭ്രാന്ത് പിടിച്ചു. ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം സ്വബോധം നഷ്ടപ്പെട്ട് അവൻ ഭ്രാന്ത് പിടിച്ച് അവിടെ എല്ലാം കിടന്ന് ഓടുമായിരുന്നു. അങ്ങനെ അവൻ്റെ ജീവനെ കളഞ്ഞു
എന്നാണ് പറഞ്ഞത്. അവൻ ജീവിച്ചിരുന്നപ്പോൾ അവന് ഇഷ്ടമുണ്ടായിരുന്ന അത് അവനോട് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ശരീരത്തിനോട് പറ്റുന്നൊരു ശരീരം ഇവൻ്റെതായിരുന്നു. അതിനേക്കാളും ഉപരി ഇവൻ ഇരിക്കുന്ന ഈ മുറിയുടെ അടിയിലാണ് എന്നെ അടക്കം ചെയ്തത്. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെയാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് തന്നെ യവനും ശയ്യ വിരിച്ചു, അല്ലെങ്കിൽ യവൻ്റെ കട്ടിലും ആ ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് യവനിലേക്ക് ഞാൻ കയറിയതാണ്. യവന് ഭ്രാന്ത് പിടിക്കും, പഠിച്ച് യവനും ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ യവനിലേക്ക് വന്ന് ഇവനെ കൊണ്ടുപോകാൻ തയ്യാറായത്, ഇന്ന ആവശ്യങ്ങൾ എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ള കാര്യം. പിന്നെ ആ പറഞ്ഞ കാര്യം ഞങ്ങൾ സാധിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് അയാൾക്ക് ആ കുട്ടിക്ക് പിന്നെ അതിനുശേഷം ഒരു പ്രശ്നമില്ല, അവൻ വീണ്ടും നന്നായി പഠിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള വീട്ടുകാരോടൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവരാരും കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. അതായത് ഇവർ വാങ്ങിച്ചൊരു 10-12 സെൻറ്റ് വസ്തുവാണ്. പക്ഷെ പണ്ട് ഇതൊരു വലിയ വസ്തുവായിരുന്നെന്നും ആ വസ്തുവിൽ പിന്നീടത് ബാധിക്കപ്പെട്ട് പലർക്കായിട്ട് കൊടുത്തതാണ്. അതിനകത്തൊരു വീടുണ്ടായിരുന്നെന്നും അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷത്തിന് മുമ്പൊക്കെയാണ് അങ്ങനെ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഈ പറഞ്ഞ സംഭവം സത്യമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. പക്ഷേ അതിൻ്റെ കാലാവധി എന്നോ ആരാണെന്നോ എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടില്ല. അന്വേഷിച്ചിട്ടൊന്നും ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ അതിനെ പൂർണ്ണമായി ഒഴിവാക്കി അയാൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ കൺമുന്നിൽ കിടന്ന ഒരാൾ അങ്ങനെ മരിച്ചാലേ നമ്മളിലേക്ക് പ്രേതം വരൂ എന്നൊന്നുമില്ല. നമ്മളെ അന്തരീക്ഷത്തെ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പം ഞാനിതാ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് ചുറ്റിനും പല പ്രേതങ്ങളും കൊതിയോട് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കാം, എന്നെയും പിടിക്കാം, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ധൈര്യം കൈവിടാതെ ഞാൻ മുന്നോട്ട് പോകുന്നു. അതാണ് എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് പ്രാവർത്തികമാകുന്നു. ഞാൻ ഒരുപാട് ശ്മശാനങ്ങളിൽ, ചുടുകാടിലൊക്കെ ഞാൻ ഒരുപാട് രാത്രി സമയങ്ങളിൽ പോയി, ഇപ്പോഴൊന്നും പോകാറില്ല, ഒരുപാട് പോയി ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ആയ കാലത്ത്. ഇപ്പോഴൊരുപാട് പ്രായമായി. അപ്പം അന്നൊന്നും ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് ഒരു ധൈര്യമുണ്ട് എൻ്റെ മനസ്സിന്. ഈ ധൈര്യം തന്നെയാണ് ഇത്രയും പ്രേതങ്ങളെ പിടിക്കാനായിട്ട് ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്ത് ഏറ്റവും ദുർഘടമായ സ്ഥലത്ത് പോയിട്ട് പോലും ഞാനത് ഇങ്ങനെയുള്ളതിനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ, ആ പ്രേതം എന്നിലേക്ക് കയറാത്തതിന് കാരണം എൻ്റെ മനോധൈര്യം തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ആ ധൈര്യം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം പ്രേതം നമുക്ക് ചുറ്റിനുമുണ്ട്, നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയും വലുതാണ്. പക്ഷെ നമ്മുടെ ഈ മനോധൈര്യം, നമ്മുടെ ഈ ചങ്കുറപ്പുണ്ടല്ലോ, ചങ്കുറപ്പ് ഒരാളെ വെട്ടിക്കൊല്ലാനോ അവൻ്റെ കുത്തിക്കൊല്ലാനൊന്നും അല്ല, ഇങ്ങനെയുള്ള അദൃശ്യമായി നിൽക്കുന്ന ഈ ഒരു നിസാരനായ ശക്തിയെ ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു ചങ്കൂറ്റം അത് നമുക്കുണ്ടെങ്കിൽ പ്രേതമല്ല ഇനി എത്ര വലിയ കളിയങ്കാട്ട് നീലിയായാലും നമുക്കതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ ഈ പറഞ്ഞ സംഭവകഥ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായാലും വാസ്തുപരമായിട്ടുള്ള ഏത് കാര്യത്തിൻ്റെയും മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ, ഇതുപോലുള്ള പ്രേതബാധ ദോഷങ്ങൾ, സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീടിന് ഒരുപാട് ബുദ്ധിമുട്ട്, താമസിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ അത് പൂർണ്ണമായും എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാനോ അത് ചെയ്തു തരാനോ സാധിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് അത് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതിനും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരം വരെ വരേണ്ടി വരും. അങ്ങനെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.